നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ തെറ്റ് ചെയ്തു പോയി സിപി. ഒരു പാവത്തെ കൊല്ലാൻ ഞാൻ വിഷം കൊടുത്തു. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ഞാൻ മഹാപാപിയാ. മീനാക്ഷി, ഞാൻ എന്റെ നന്ദിനിയോട് ചെയ്ത് തെറ്റായിപ്പോയി. എന്റെ മോളെ ഞാൻ ഇറക്കി വിട്ടു. അതുകൊണ്ടാ ഇങ്ങനെല്ലാം ഉണ്ടായത്. അമ്മേ കരയാതമ്മേ. എങ്ങനെ കരയാതിരിക്കും മോളെ? എത്ര വഴക്കിട്ടാലും എത്ര പ്രാവശ്യം ഞാൻ ഇറക്കി വിട്ടാലും അകത്ത് മരണവുമായി മല്ലടിച്ച് കിടക്കുന്നവള് എനിക്ക് സ്വന്തം മകളായ നിന്നെ പോലെയാ. ജീവിതത്തിൽ എല്ലാവരും നന്ദിനിയടുത്ത് ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു. എന്റെ നന്ദിനിക്ക് ഒന്നും പറ്റല്ലേ എന്റെ പരദേവതമാരെ. അവളെ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നാല് ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ അഖണ്ഡ ജ്യോതി നടത്തിക്കോളാമേ. എന്റെ നന്ദിനിയെ കാത്തു രക്ഷിക്കണേ. നീ ഇങ്ങനെ കരയാതെ മീനാക്ഷി. എന്റെ അമ്മായിയും നിന്റെ വല്യമ്മയുമായ ദുഷ്ട സ്ത്രീ തന്നത് ഉറക്കമരുന്നാണെന്ന് നീ തെറ്റിദ്ധരിച്ചു. അത് വിഷമായിരുന്നു എന്ന് നീ അറിഞ്ഞില്ലല്ലോ. എന്നാലും ഞാനത് പാവത്തിന് കൊടുത്തില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റത്തില്ലേ സിപി? നിനക്ക് വലിയൊരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായിരുന്നു. നിന്റെ അമ്മയെ കൊന്നത് എന്റെ ദേവമ്മയാണെന്ന്. അത് തിരുത്തിത്തരാൻ നിന്റെ അച്ഛനായ എന്റെ ആ വല്യമ്മാവൻ തയ്യാറായില്ല. ഞാൻ തിരുത്തിത്തരാൻ ശ്രമിച്ചെങ്കിലും നീ അത് വിശ്വസിച്ചില്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ സിപി? എന്റെ അമ്മ, നിന്റെ അമ്മയായ മാധുരി എന്റെ അച്ഛന്റെ ഇളയ പെങ്ങളായിരുന്നു. ജയരാമനങ്ങളുടെയും ദേവമ്മയുടെയും കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ അമ്മയാ. ജയരാമനങ്ങളിനെ ദേവമ്മയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു ക്രൂരയായ സ്ത്രീയായിരുന്നു നിന്റെ അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.